السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബിയെ കൂടുതൽ പഠിക്കുവാനും പറയുവാനും പുകഴ്ത്തുവാനും പാടുവാനും ആസ്വദിക്കുവാനുമൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവിടത്തോടൊപ്പം സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല കനിഞ്ഞു നൽകുമാറാവട്ടെ. വറഫഅനാ ലക ദിക്റക്, നമുക്ക് ഏറെ പരിചയമുള്ള ഒരു സൂക്തമാണ് സൂറത്തു ശറഹിലെ വറഫഅനാ ലക ദിക്റക് എന്നുള്ള ഈ ആയത്ത്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅനാ ലക ദിക്റക്. അങ്ങയുടെ സൽപ്പേര് നാം ഉയർത്തിയിരിക്കുന്നു, ഉന്നതമാക്കിയിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക്. റഫഅ എന്ന പദം അറബി വ്യാകരണ ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം, മാളിയായ ഫിഅലാണ്, ഭൂതകാല ക്രിയ, പാസ്റ്റ് ടെൻസ്. നാം ഉയർത്തി, നബിതങ്ങളുടെ ജനനശേഷം ഉയർത്തി എന്ന് പറഞ്ഞിട്ടില്ല, നുബുവത്തിന് ശേഷം ഉയർത്തി എന്ന് പറഞ്ഞിട്ടില്ല, ഈ കാലഘട്ടത്തിൽ ഉയർത്തി എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ജനതയിലോ സ്ഥലത്തോ സമയത്തോ ഉയർത്തി എന്ന് പറഞ്ഞിട്ടില്ല. വറഫഅന, നിരുപാധികം പറഞ്ഞിരിക്കുകയാണ്, നാം ഉയർത്തിയിരിക്കുന്നു. എന്നാണ് ഉയർത്തിയത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം അറിയാം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമാവട്ടെ ഖദീമുമാണ്. അപ്പോൾ പണ്ടേ അള്ളാഹു തആല മുത്തുനബിയുടെ സൽപ്പേര് ഉയർത്തി വച്ചിരിക്കുകയാണ്. മാത്രമല്ല വറഫഅന, നാം ഉയർത്തി എന്നാണ് പറഞ്ഞത്. നാം ഉയർത്തിയിരിക്കുന്നു. മനുഷ്യർക്ക് ഉയർച്ച കിട്ടാൻ പല കാരണങ്ങളും ഉണ്ടാകും. ചില ആളുകൾക്ക് ഉയർച്ച കിട്ടുന്നത് സമ്പത്ത് കൊണ്ടായിരിക്കാം, വേറെ ചിലർക്ക് പാണ്ഡിത്യം കൊണ്ടായിരിക്കാം, മറ്റു ചിലർക്ക് നേതൃപാടവം കൊണ്ടായിരിക്കാം, വേറെ ചിലർക്ക് സൗന്ദര്യം കൊണ്ടായിരിക്കാം, മറ്റു ചിലർക്ക് ബുദ്ധി കൊണ്ടായിരിക്കാം, ചിലർക്ക് സ്ഥാനമാനങ്ങൾ കൊണ്ടായിരിക്കാം, ചിലർക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ മൂല്യം കൊണ്ടായിരിക്കാം, അവരുടെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ടായിരിക്കാം, ത്യാഗം കൊണ്ടായിരിക്കാം. ഒരു മനുഷ്യന് ഉയർച്ച കിട്ടുന്നതിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉയർച്ച കിട്ടാനുള്ള കാരണം ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം നമുക്കറിയാം, വറഫഅന, മുത്തുനബിക്ക് ഉയർച്ച നൽകിയിട്ടുള്ളത് ഏതെങ്കിലും ഭൗതികമായ കാരണങ്ങളല്ല, ഏതെങ്കിലും മനുഷ്യരല്ല ഉയർച്ച നൽകിയിട്ടുള്ളത്. വറഫഅന, അള്ളാഹു ആണ് ഉയർച്ച നൽകിയിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല ഉയർച്ച നൽകി, അപ്പോൾ മുത്തുനബി ഉയർന്നു. വറഫഅനാ ലക ദിക്റക്. ഇനി മനുഷ്യർക്ക് സുപ്രസിദ്ധി കിട്ടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാരണങ്ങളൊക്കെയും നോക്കിയാലും മുത്തുനബി ഏറ്റവും ഉന്നതനാണ്. ചിലർക്ക് ഉയർച്ച കിട്ടുന്നത് പാണ്ഡിത്യം കൊണ്ടാണെങ്കിൽ ഏറ്റവും വലിയ ഉന്നതൻ മുത്തുനബിയാണ്. കാരണം മുത്തുനബിയേക്കാളും വലിയ പണ്ഡിതൻ ലോകത്താരുമില്ല. ചിലർക്ക് ധീരത കൊണ്ടായിരിക്കാം ഉയർച്ച കിട്ടുന്നത്. എന്നാൽ ആ സ്കെയിൽ വെച്ച് നോക്കിയാലും ഏറ്റവും ഉന്നതൻ മുത്തുനബിയാണ്. കാരണം അവിടത്തോളം ധീരനായ മറ്റൊരു മനുഷ്യനുമില്ല. ചിലർക്ക് നേതൃപാടവം കൊണ്ടായിരിക്കാം, ബുദ്ധിശക്തി കൊണ്ടായിരിക്കാം. എന്ത് മാനദണ്ഡം എടുത്തു നോക്കൂ, ആ മാനദണ്ഡം മുത്തുനബിയിലേക്ക് ചേർത്തിയാൽ മുത്തുനബിയാണ് ലോകത്ത് ഏറ്റവും ഉന്നതൻ. കാരണം അവിടത്തോളം
ഔന്നത്യം, ഗുണങ്ങൾ, മൂല്യങ്ങൾ, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യർക്കുണ്ടോ, മുത്തുനബിയോളം ആ ഗുണങ്ങളുള്ള മറ്റൊരാളും ലോകത്ത് തീരെയുമില്ല. അതുകൊണ്ട് ഏത് മാനദണ്ഡപ്രകാരവും മുത്തുനബിയാണ് ഏറ്റവും ഉയർന്ന വ്യക്തി. വറഫഅനാ ലക ദിക്റക്, അള്ളാഹുവാണ് ഉയർത്തിയിട്ടുള്ളത്. അള്ളാഹു ഉയർത്തിയ സ്ഥിതിക്ക് ഇനി ലോകത്തൊരാൾക്കും അവിടുത്തെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ കഴിയില്ല. അള്ളാഹു തആല ഒരാളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്കും അയാളെ താഴ്ത്താൻ കഴിയില്ല. അള്ളാഹു തആല കൊളുത്തിയ വിളക്കിനെ കെടുത്താനുള്ള ശക്തി ലോകത്തൊരു ശക്തിക്കുമില്ല, ലോകത്ത് ഒരാൾക്കുമില്ല, ഒരു മനുഷ്യനും കഴിയില്ല. നമുക്കറിയാം, മനുഷ്യർ ഒരാളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് തന്നെ അയാളെ താഴ്ത്താനും കഴിയും. മനുഷ്യൻ ഒരു വിളക്ക് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് തന്നെ ആ വിളക്ക് കെടുത്താനും കഴിയും. എന്നാൽ അള്ളാഹുവാണ് ഒരാളെ ഉയർത്തിയതെങ്കിൽ ആ ആളെ താഴ്ത്താൻ മനുഷ്യർക്ക് കഴിയില്ല. അള്ളാഹുവാണ് ഒരു വിളക്ക് കൊളുത്തിയതെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രകാശം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു പ്രകാശം നൽകിയ സ്ഥിതിക്ക് ഇനി ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചാലും സൂര്യൻ്റെ പ്രഭ കെടുത്താൻ, ചന്ദ്രൻ്റെ തിളക്കം കുറക്കാൻ കഴിയില്ല. കാരണം അള്ളാഹുവാണ് അതിന് പ്രഭ നൽകിയിട്ടുള്ളത്. മുത്തുനബി സിറാജും വഹാജാൻ, പ്രകാശമാണ്, വിളക്കാണ്. ആ വിളക്കിന് പ്രകാശം കൊടുത്തിരിക്കുന്നത് അള്ളാഹുവാണ്. ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ എത്ര അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ മുത്തുനബിയുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ ആര് ശ്രമിച്ചാലും അത് നേരെ വിപരീതമായ ഫലം മാത്രമേ ചെയ്യുകയുള്ളൂ. മുത്തുനബിയെ നമുക്കറിയാം, ലോകത്ത് പല ആളുകളും അവിടുത്തെ ജീവിതകാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും ഒരുപാട് ആളുകൾ അവിടുത്തെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി, അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വാക്കിലൂടെയും പേനയിലൂടെയുമൊക്കെ അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര ശ്രമിക്കും തോറും അവിടുത്തെ മഹത്വങ്ങൾ കൂടുകയല്ലാതെ ഒട്ടും കുറവ് വന്നിട്ടേയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപകീർത്തിപ്പെടുത്തുമ്പോൾ അവിടുത്തെ നാമങ്ങൾ ഉയരുകയാണ്, അവിടുത്തെ നാമം പിന്നെയും പിന്നെയും ഉയരുകയാണ്. അറിയാത്ത ആളുകൾ പോലും അവിടുത്തെ ജീവിതം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടുത്തെ വിശുദ്ധമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് കാണിച്ചു തന്ന വെളിച്ചത്തിലേക്ക് അവർ കടന്നു വരും. ഇതാണ് ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കീഴ്വഴക്കം. അപ്പോൾ ഇസ്ലാമിനെയും ഹബീബായ മുത്തുനബിയെയും എത്രത്തോളം എതിർക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ മഹത്വങ്ങൾ ഉയരുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇനി കുറയുകയുമില്ല. നിങ്ങൾ നോക്കൂ, ലോകത്ത് മനുഷ്യന്മാർക്കുള്ള പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര് മുഹമ്മദ് എന്നുള്ള പേരാണ്. ഹബീബായ മുത്തുനബിയുടെ പേരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര്. അത് ഈ കാലഘട്ടത്തിൽ എന്ന പോലെ മുൻ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി അല്ലാഹു തആല എവിടെയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെയും ഹബീബായ മുത്തുനബിയുടെ പേരും പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് കൊടുക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ, ഖുത്ബ ഓതുമ്പോൾ, അത്തഹിയാത്ത് ഓതുമ്പോൾ അവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മുത്തുനബിയുടെ പേരും പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ബാങ്കിലൂടെ അള്ളാഹുവിൻ്റെ പേര് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മുത്തുനബിയുടെ പേരും പരാമർശിക്കപ്പെടുന്നു. ബാങ്ക് ഒരു ദിവസം 5 നേരം ഒരു നാട്ടിൽ, തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊരു നാട്ടിൽ, അതിന് തൊട്ടടുത്ത നിമിഷം വേറൊരു നാട്ടിൽ ബാങ്ക് മുഅ്മിനീങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് സമയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഈ നാട്ടിൽ ളുഹറാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം മറ്റൊരു നാട്ടിൽ ആ സമയത്തായിരിക്കും അവിടെ ളുഹർ. അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത നാട്ടിൽ ളുഹർ. ഇങ്ങനെ ബാങ്ക് നിരന്തരം ഭൂമിയിൽ പല ഭാഗങ്ങളിലായിട്ട് വിളിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ മുത്തുനബിയുടെയും അള്ളാഹുവിൻ്റെ പേരിന് കൂടെ മുത്തുനബിയുടെ പേരും വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഖാമത്തിലും അങ്ങനെ തന്നെ, ഖുത്ബയിലും അങ്ങനെ തന്നെ, അത്തഹിയാത്തിലും അങ്ങനെ തന്നെ. നിസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിസ്കാരം എന്ന് പറയുന്നത് ഒരു അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യമായ സംഭാഷണമാണ്.
അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യമായ ഒരിടപാടാണ് നിസ്കാരം. ആ ഇടപാടിൽ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല. എന്നാൽ ആ ഒരു സ്വകാര്യമായ ഇടപാടിലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പരാമർശം മുഅ്മിൻ ഉച്ചരിക്കേണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് സംസാരിക്കാമെങ്കിൽ അത് മുത്തുനബിയോട് മാത്രമാണ്. സംസാരിക്കാമെങ്കിലെന്ന് മാത്രമല്ല, സംസാരിച്ചിരിക്കണം. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടിൽ മൂന്നാമതായി മുത്തുനബിയോടും മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അസ്സലാമു അലൈക. ആ പ്രയോഗം പോലും തൊട്ട് മുമ്പിലുള്ള ഒരാളോട് സംസാരിക്കുന്ന രൂപത്തിലാണ്. തൊട്ട് മുമ്പിൽ ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് അതുപോലെയാണ് പറയേണ്ടത്. മദീനത്ത് കിടക്കുന്ന മുത്തുനബിയോട് പറയുന്ന രൂപത്തിലല്ല, തൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന ഒരാളോട് പറയുന്ന ആ ഒരു പ്രയോഗത്തിലായിരിക്കണം പറയേണ്ടത്. അസ്സലാമു അലൈക, അങ്ങയുടെ മേൽ സലാം, അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ സൽപ്പേര് നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത് വെറുതെയല്ല. നിങ്ങൾ നോക്കൂ, മുത്തുനബിയുടെ ജനിച്ച ദിവസവും മാസവും സ്ഥലവും അവിടുന്ന് വഫാത്തായി കിടക്കുന്ന നാടുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ഏതാണ്? അവിടുത്തെ ജനത്തിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച ദിവസമല്ല. ഒരു ആഴ്ചയിലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായൊരു ദിവസം വെള്ളിയാഴ്ചയാണല്ലോ. എന്നാൽ ആ ദിവസം മുത്തുനബിയുടെ ജനനമാവാൻ അല്ലാഹു തആല തീരുമാനിച്ചില്ല. എന്തേ വെള്ളിയാഴ്ച ജനനമായിക്കൂടാ? വെള്ളിയാഴ്ചക്ക് ആദ്യമേ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ മുത്തുനബിയുടെ ജനനവും എന്നൊരു പ്രത്യേകത, അത് പറ്റൂല. എന്നാൽ ശനിയാഴ്ചയോ? ശനിയാഴ്ച ജൂതന്മാരുടെ വിശുദ്ധ ദിനമാണ്. ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ദിനമാണ്. അപ്പോൾ താരതമ്യേന കാര്യമായ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു ദിവസത്തെ അല്ലാഹു തആല സെലക്ട് ചെയ്തു. അതാണ് തിങ്കളാഴ്ച. എന്തിന്? തിങ്കളാഴ്ച മുത്തുനബിയുടെ ഒരു ദിവസമായിരിക്കണം. മുത്തുനബിയുടെ കാരണം കൊണ്ട്, ജനനം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടൊരു ദിവസമായിരിക്കണം തിങ്കളാഴ്ച. അത് മുത്തുനബിയുടെ ദിവസമായിരിക്കണം. അതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം അല്ലാഹു തആല നിശ്ചയിച്ചു. അതാണ് തിങ്കളാഴ്ച. ഇനി മാസം നോക്കൂ. മാസങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദാണല്ലോ റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ അവിടുത്തെ ജനനമാവാൻ അല്ലാഹു തആല തീരുമാനിച്ചില്ല. എന്തുകൊണ്ട്? റമദാനിൽ മുത്തുനബിയുടെ ജനനം നടന്നിട്ടില്ലെങ്കിലും റമദാനിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത മുത്തുനബിയുടെ ജനനം, അത് പറ്റൂല. മുത്തുനബിയുടെ ജനനം കൊണ്ട് ഒരു മാസം പ്രത്യേകമായിരിക്കണം. അവിടുത്തെ ജനനം കൊണ്ട് പ്രത്യേകമായൊരു മാസമായിരിക്കണം. അതിന് കാര്യമായ മറ്റ് പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു മാസത്തെ അല്ലാഹു തആല സെലക്ട് ചെയ്തു. അത് റമദാനാവാൻ പറ്റില്ല, റജബാവാൻ പറ്റില്ല, ഷഅബാനാവാൻ പറ്റില്ല, ദുൽഹിജ്ജയാവാൻ പറ്റില്ല. കാരണം ഈ മാസങ്ങൾക്കൊക്കെ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ താരതമ്യേന കാര്യമായ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു മാസത്തെ അല്ലാഹു തആല സെലക്ട് ചെയ്തു. അതാണ് റബീഉൽ അവ്വൽ. എന്തിന്? അത് മുത്തുനബിയുടെ ഒരു മാസമായിരിക്കാൻ വേണ്ടി, മുത്തുനബിയുടെ ഒരു മാസമാവാൻ വേണ്ടിയിട്ട്. റമദാനിനെ ആളുകൾ മുത്തുനബിയുടെ ജനനമില്ലെങ്കിലും ബഹുമാനിക്കും, റജബിനെ ബഹുമാനിക്കും, ഷഅബാനിനെ ബഹുമാനിക്കും, ദുൽഹിജ്ജയെ ബഹുമാനിക്കും. പക്ഷേ റബീഉൽ അവ്വലിനെ മുത്തുനബിയുടെ ജനനം കൊണ്ട് മാത്രം ആളുകൾ ബഹുമാനിക്കുന്നൊരു മാസം ആവണം. അതിന് അല്ലാഹു തആല റബീഉൽ അവ്വൽ തിരഞ്ഞെടുത്തു. ഇനി അവിടുന്ന് ജനിച്ച ദിവസം ആലോചിച്ച് നോക്കൂ. ജനിച്ച സ്ഥലം മക്കയാണ്. മക്കയാണെങ്കിലും അവിടുത്തെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ചെലവഴിച്ചതും അവിടുന്ന് വഫാത്തായി കിടക്കുന്നതും മക്കയിൽ നിന്ന് ബഹുദൂരം അകലെ കിടക്കുന്ന മദീന എന്ന് പറയുന്ന നാടാണ്. എന്തിന് അല്ലാഹു തആല മക്കയെ ഒഴിവാക്കി മദീനയെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു? മദീന താരതമ്യേന കാര്യമായ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു നാടായിരുന്നു. മക്കയാണെങ്കിലോ ലോകത്തെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം. ബൈത്തുൽ മുഖദ്ദസ് മറ്റൊരു വിശുദ്ധമായ സ്ഥലം.
അതൊന്നും മുത്തുനബിയുടെ വഫാത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തആല തിരഞ്ഞെടുത്തില്ല. വഫാത്തിന് വേണ്ടി മദീനയെ ആണ് അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട്? മക്കയിലായിരുന്നു അവിടുത്തെ ഖബറെങ്കിൽ, അതല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു അവിടുത്തെ ഖബറെങ്കിൽ, മക്കൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ബൈത്തുൽ മുഖദ്ദസിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കൂട്ടത്തിലൊരു പ്രത്യേകത അവിടുത്തെ ഖബർ ഷരീഫ് കിടക്കുന്ന മണ്ണ് എന്നുള്ള പ്രത്യേകത വരും. അത് പറ്റില്ല. അവിടുത്തെ തിരുശരീരം മറവിട്ട് കിടക്കുന്ന ഒരു മണ്ണ്, അവിടുത്തെ കാരണം കൊണ്ട്, അവിടുത്തെ ഭൗതികമായ ശരീരം കൊണ്ട് മാത്രം പ്രത്യേകമായൊരു നാട് വേണം. അതിന് അല്ലാഹു തആല മദീനയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്നുണ്ട്. കഅബ ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് വരുന്നുണ്ട്. മക്കയിലേക്ക് വരുമ്പോൾ കൂട്ടത്തിൽ സൈഡായിട്ട് മുത്തുനബിയുടെ ഖബറും സിയാറത്ത് ചെയ്യും. അത് അങ്ങനെ പോരാ. കഅബ ലക്ഷ്യമാക്കി, മക്ക ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് വരുന്നത് പോലെ മുത്തുനബിയുടെ ഖബർ ലക്ഷ്യമാക്കിയിട്ടും മറ്റൊരു നാട്ടിലേക്ക് ആളുകൾ വരണം. മുത്തുനബിയുടെ ഖബർ മാത്രം ലക്ഷ്യമാക്കി, മുത്തുനബിയുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി ആ ഒരു നിയ്യത്തോടു കൂടി മാത്രം കടന്നു വരണം. അതിനുവേണ്ടി അത് മക്കയായാൽ ശരിയാവില്ല. കാരണം മക്കയിലേക്ക് വരുമ്പോൾ അവിടെ ഹജ്ജ്, ഉംറ, മറ്റ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. ആ കൂട്ടത്തിൽ സിയാറത്ത് അത് പറ്റില്ല. സിയാറത്തിന് വേണ്ടി മാത്രം ആളുകൾ യാത്ര ചെയ്തിട്ട് തന്നെ പോകണം. അതിനുവേണ്ടി അല്ലാഹു തആല മദീനയെ തിരഞ്ഞെടുത്തു. മദീനയായിരുന്നില്ല, യസ്രിബായിരുന്നു ഒരു കാലത്ത്. പിന്നെ മുത്തുനബി അവിടെ വന്നപ്പോഴാണ് അത് മദീനയായത്. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം, സിറ്റി എന്നാണ്. ലോകത്ത് ലക്ഷക്കണക്കായ സിറ്റികളുണ്ട്. പക്ഷേ മദീന എന്ന് നിരുപാധികം പറഞ്ഞാൽ അത് മദീനത്തുൻ നബി മാത്രമാണ്. ഇങ്ങനെ പല രീതിയിലും, പല വിധത്തിലും, പല പ്രകാരത്തിലും അല്ലാഹു തആല അവിടുത്തെ സൽപ്പേര് ഉയർത്തി വച്ചിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക്. അവിടുത്തെ മഹത്വം മനസ്സിലാക്കാനും അവിടത്തോട് കൂടുതൽ സ്നേഹം വെക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.